യേശുവേ സ്തോത്രം 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 ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സകലതിന്റെ സൃഷ്ടികർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കും സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് നമ്മെ കാക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു, നമ്മെ നടത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. സ്തോത്രം. അതേ സ്തോത്രം. കർത്താവിന്റെ കൃപയ്ക്കായി, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽക്കാലവും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഈ പകൽക്കാലവും വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതേ സ്തോത്രം. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്തത്വം നിവർത്തിപ്പാൻ ശക്തനായി നമ്മുടെ കൂടെയുണ്ട്. അധീര്യപ്പെട്ടു പോകേണ്ട ഉറപ്പോടെ ആയിരിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. നാം പലപ്പോഴും കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഈ കഷ്ടത, ആർക്കുമില്ലാത്ത കഷ്ടത എന്താന്നൊക്കെ ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരാറുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവത്തിലെ വ്യക്തമായി ഞാൻ പറയട്ടെ, ദൈവവചനത്തിലകത്ത് ആരെല്ലാം കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നുപോയോ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവരനുഭവിച്ച കഷ്ടതയുടെ പിന്നിൽ നിശ്ചയമായിട്ടും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഷ്ടതയുടെ പിന്നിൽ കൂടി കടന്നുപോയ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് അതവർ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അതാണ് അവർക്ക് വിജയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നെ നിശ്ചയമായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം അത് തിരിച്ചറിയുക, ധൈര്യപ്പെടുക, കർത്താവിൽ ബലപ്പെടുവാൻ തയ്യാറാക്കുക. അവിടെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. ആ കഷ്ടതയുടെ പിന്നിലുള്ള ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മെ കയറ്റി വിടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 42-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇയ്യോബ് ഇപ്രകാരം യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നാം അനുഭവിക്കുന്ന ഒരു കഷ്ടത ദൈവം അറിയാതെ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. ദൈവം അനുവദിക്കാതെ അത് ഈ ലോകത്തിലെ ശക്തിക്ക് നമ്മെ തൊടുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദൈവം അനുവദിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് ചില കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പ്രിയ ദൈവമക്കളെ, അതിനകത്ത് ദൈവത്തിന് നിശ്ചയമായിട്ടൊരു പദ്ധതിയുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന് ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ശക്തിയെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും. ആ കഷ്ടത നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്ര. കഷ്ടതയും മധ്യേ കൂടി കടന്നു പോകുമ്പോൾ ലോകം പറയും, അതിനകത്ത് നീ തീർന്നു, അതിനകത്ത് അവസാനിച്ചു, ഇനി യാതൊരു എഴുന്നേൽപ്പും ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ കുറ്റം പറയാം, നിന്നെ പരിഹസിച്ചിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം അനുവദിച്ച ചില കഷ്ടതയുടെ മധ്യത്തിൽ കൂടി നീ കടന്നു പോകുമ്പോ അതേ ലോകം എന്ത് തന്നെ പറഞ്ഞിരുന്നാലും തക്ക സമയത്താവുമ്പോ പ്രിയ ദൈവമക്കളെ, ആ കഷ്ടതയുടെ പിന്നിൽ ദൈവം എന്താണ് കണ്ടിരുന്നത് അതിലേക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരാം. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെ ഈ പ്രഭാതത്തിൽ സ്തോത്രം, ചില കഷ്ടതയുടെ മധ്യത്തിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത്. ഭാരപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. നീ കഷ്ടതയിൽ നിന്ന് പുറത്തു വരും. നിന്റെ ദുഃഖം സന്തോഷമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. യോബിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നിനു പിറകെ ഓരോ കഷ്ടതകൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. നഷ്ടത്തിന്റെ ഒരു കണക്ക് തന്നെ തന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ യോബ് അവിടെ ഒന്നും അത്രയും കൊണ്ട് ദൈവത്തോട് പാപം ചെയ്തില്ല. കാരണം എന്താ? നമുക്ക് കാണും, തിരുവചനത്തെ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തെ കഷ്ടതയുടെ കൊടുമുടിക്കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ അതിനെ നോക്കിക്കൊണ്ട് പറയുക, ഈ കഷ്ടത ഞാൻ പുറത്തു വരും. ഈ കഷ്ടതയുടെ പിന്നിൽ ഹല്ലേലൂയ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഈ കഷ്ടത എന്നെ തകർത്ത് കളയിക്കുകയില്ല. ഈ കഷ്ടതയ്ക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതമാണ്. ഹല്ലേലൂയ.
നിന്റെ കുടുംബം സുരക്ഷിതമാണ്. ഹല്ലേലൂയ. അതേ കാറ്റും കോളും ഒക്കെ നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചിരിക്കാം. അതേ സ്തോത്രം. പക്ഷെ അതിനകത്തും നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന, നീ വെള്ളത്തിൽ കൂടി കടക്കും, ഞാൻ നിന്റെ കൂടി ഇരിക്കും. നദികളിൽ കൂടി നീ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയല്ല, തീജോല നിന്നെ ദഹിപ്പിക്കല, അഗ്നിജോലയിൽ നീ വെന്തു പോകുകയില്ല. സ്തോത്ര. പ്രിയ ദൈവ പൈതലെ, നീ വെന്തു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രശ്നം നിന്നെ മുക്കിക്കളയാനായിട്ട് ദൈവം വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ ആ പ്രശ്നത്തിന്റെ നടുവിൽ നീ കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീരുമെന്ന് ലോകം കണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ചാരമായി തീരാതെ വണ്ണം സ്തോത്രം. ഹല്ലേലൂയ. ചാമ്പലാക്കിയല്ല, ദഹിച്ചു പോകത്തില്ല, വെന്തു പോകില്ല എന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. പ്രശ്നങ്ങൾ കണ്ട് നീ ഓടി മാറണ്ട. ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നീ ഉറച്ചു നിൽക്കുക. സ്തോത്രം. അവർക്ക് വേണ്ടിയ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ കഷ്ടത കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞപ്പോ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴാ എന്റെ കണ്ണാ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതയുടെ പിന്നിൽ സ്തോത്രം ദൈവത്തിന് നിശ്ചയമായിട്ടൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വെറും സ്തോത്രം കണ്ടുകൊണ്ടിരുന്നതായ സ്തോത്രം ഒരു കേൾവി മാത്രമേ ദൈവത്തെക്കുറിച്ച് ഇയ്യോബിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തന്റെ കഷ്ടതയുടെ നടുവിൽ സ്തോത്രം എല്ലാവരും ഒറ്റപ്പെടുമ്പോ, അതേ വേദന അനുഭവിക്കുമ്പോ, തന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും, അതേ സമ്പത്ത് നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്ന സ്നേഹിതന്മാർ തന്നെ കുറ്റം പറഞ്ഞു മാറ്റി നിർത്തുമ്പോഴും, അവിടെയൊക്കെയും ആരിൽ നിന്നും ഈ ലോകത്തു നിന്ന് കിട്ടാത്തതായ ഒരു സ്നേഹം, ഒരു കരുതൽ, ഒരു ആശ്വാസം ലഭിച്ച ഇയ്യോബ് പറയുന്നു, ഞാൻ ഒരു വാക്ക് മാത്രമേ നിന്നെ കുറിച്ച് കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണാൽ കാണുന്നു. പ്രിയതേ മക്കളെ, കഷ്ടതയുടെ പിന്നിൽ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കർത്താപ്പച്ചനെ ഏറ്റവും അടുത്തറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്റെ കർത്താപ്പച്ചന്റെ സ്നേഹത്തെ നിന്റെ മേലുള്ളതുപോലെ പകർന്നു തരും. ഹല്ലേലൂയ. നീ പോലും അറിയാതെ കർത്താവിന്റെ സ്നേഹത്തെ വളരുവാനായിട്ട് ഇടയായിത്തീര. ആ കർത്താവിന്റെ ഹൃദയത്തിനകത്ത് എന്താണ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതുപോലെ നീ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടത എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ അവസാന വാക്കല്ല. കഷ്ടത എന്ന് പറയുന്നത് ദൈവം അവന്റെ മേലിട്ടിരിക്കുന്ന വലിയ പ്രോജക്റ്റിന്റെ ആരംഭം മാത്രമത്രേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം അതുകൊണ്ട് നിരാശപ്പെടരുത്, ആകുലപ്പെട്ടു പോകരുത്. ഈ കഷ്ടത തീരും. ഹല്ലേലൂയ. നീ പുറത്തു വരും. സ്തോത്രം. ഒരു പാനപാത്രമായിട്ട്, കർത്താവിന് ഇണങ്ങിയ ഒരു ആയുധമായിട്ട്, മറ്റുള്ളവർക്ക് പ്രകാശമാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാക്ഷി പറയത്തക്ക രീതിയിൽ ഒരു പാത്രമായിട്ട് നീ പുറത്തു വരും. ഹല്ലേലൂയ. ഉറപ്പോടെ ആയിരിക്കുക. സ്തോത്രം. യോബിന്റെ ജീവിതത്തിനകത്തും ആ കഷ്ടത കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയെ ദൈവം യോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ദാസനായ യോബ്. ഹല്ലേലൂയ. ആ കഷ്ടത കഴിഞ്ഞ യോബിനെ ദൈവം വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദാസൻ. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, നീ ചിലതൊക്കെ സഹിച്ച് നീ പുറത്തു വന്നു കഴിയുമ്പോ നിനക്കിടാനായിട്ട് ഒരു പേര് കർത്താവ് വച്ചിട്ടുണ്ട്. സ്തോത്രം. അതേ സ്തോത്ര. കർത്താവ് നിന്നെ അങ്ങനെ പേർ ചൊല്ലി വിളിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയ മകൻ, എന്റെ ദാസനായ, എന്റെ ദാസിയായ മകളെ എന്ന് വിളിക്കത്തക്ക രീതി കർത്താവ് ചിലത് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതെവിടെയാണ് വചനത്തിൽ പറയുന്നത്? കഷ്ടതയുടെ മധ്യത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. അതേ ലോകം നമ്മെ അവഗണിച്ചിരിക്കാം, പക്ഷേ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതലിന് ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, നിനക്കൊരു തേജസ് ഉണ്ട്, ഒരു മാനമുണ്ട്, ഒരു ബഹുമാനമുണ്ട്. സ്തോത്ര. ദൈവം ചിലതൊക്കെ ഒരുക്കി വച്ചിട്ടാ കർത്താവ് നിന്നെ അതിൽ കൂടി കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു കഷ്ടത വരുമ്പോ ലോകത്തിലുള്ളവർക്ക് സന്തോഷിപ്പാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല. അവരുടെ കഷ്ടതയുടെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ എന്തായി തീരുമെന്ന് അറിയില്ല. പക്ഷേ ഒരു ദൈവ പൈതന് ഒരു ഉറപ്പുണ്ട്. എന്താണ്? ഈ കഷ്ടത എന്നെ തീർക്കുവാനല്ല, ഈ കഷ്ടതയിൽ നിന്ന് ഞാൻ സഹിഷ്ണുതയിലേക്ക് കയറുക. സഹിഷ്ണുത സിദ്ധതയിലേക്ക് വരും, സിദ്ധത പ്രത്യാശയിലേക്ക് വരും. ആ പ്രത്യാശയിൽ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് നമുക്ക് എന്ത് കഷ്ടങ്ങളും പ്രശംസിപ്പാൻ വകയുണ്ട്. പ്രിയ ദൈവമക്കളെ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ഒരു കഷ്ടത വരുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് ആത്മഹത്യയിലേക്ക് കടന്നു പോകുമ്പോ, ലോകത്തിലേക്ക് പോയി കഴിയുമ്പോ, ഒരു ദൈവ പൈതനെ കഷ്ടതയുടെ മധ്യത്തിൽ ജീവിപ്പിക്കുന്ന ഒരു ദൈവവചനമുണ്ട്. നീ കഷ്ടതയുടെ മധ്യത്തിൽ നിലവിളിക്കുന്ന അനുഭവത്തിൽ മുട്ടുമടക്കി ദൈവസ്ഥനെ കരയുമ്പോ നിന്നോട് ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ വചനമുണ്ട്. അതിൽ ഹല്ലേലൂയ നിനക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ.
അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കഷ്ടതയിലും പ്രശംസിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുമ്പോ നാം അധൈര്യപ്പെട്ടു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് യോബിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കഷ്ടത സഹിച്ചവരെ കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പോഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ജോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ അതിന്റെ അവസാനം നാം എന്താ കേട്ടത്, അറിഞ്ഞത്? സ്തോത്രം, യോബിന്റെ ജീവിതത്തിനകത്ത് ആ സഹിഷ്ണുതയോടുകൂടി അതേ സ്തോത്രം യോബ് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു, കർത്താവ് വരുത്തിയ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവന് നഷ്ടപ്പെട്ടതിനൊക്കെയും ദൈവം ഇരട്ടിയായി അവന് മടക്കി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, നീ ചിലത് സഹിക്കുന്നത്, നീ ചിലതിൽ കൂടി കടന്നു പോകുന്നത് അതേ നഷ്ടത്തിന്റെ കണക്ക് പറയുവാനല്ല. നിനക്ക് നഷ്ടപ്പെട്ടതിനെ ലാഭമാക്കി തീർക്കുന്ന ഒരു ദൈവം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ ആ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോ അതിനകത്തുള്ള ദൈവ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കർത്താവിന്റെ സേന അല്പസമയം മൗനമായിട്ടിരിക്കാം. മൗനമായിട്ട് കർത്താവിന്റെ സന്നിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തങ്ങ് ഇരിക്കുവാൻ തയ്യാറാകുമ്പോ കർത്താവ് നിന്നെ പണിത് പുറത്തെടുക്കുവാനായിട്ട് ഇടയത്തിൽ. കാരണം എന്താ? നമ്മുടെ കർത്താവ് മഹാദേയും മനസ്സലിയുമുള്ള കർത്താവാണ്. സ്തോത്ര, ഹല്ലേലൂയ. അതേ സ്തോത്ര, കഷ്ടതയിലായിരിക്കുമ്പോ നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു കർത്താവല്ല, നിന്റെ കൂടെ ഇരുന്ന് ബലം തന്ന് ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് അത്രേ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ഇന്ന് അനുഭവിക്കുന്ന ചില കഷ്ടതകൾ, അതേ സ്തോത്രം, ഹല്ലേലൂയ, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പം ചില പ്രയാസങ്ങളായിരിക്കാം, ചില ഒറ്റപ്പെടലുകളായിരിക്കാം, സ്തോത്ര, ചില പ്രതിസന്ധികളായിരിക്കാം, ജോലി മേഖലയിൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളായിരിക്കും. പക്ഷേ ഇതൊന്നും നീ തീർന്നു പോകാനായിട്ടല്ല പ്രിയ ദൈവ പൈതലേ, നീ അതിൽ കൂടി കടന്നു പോകുന്നത് അതേ ദൈവത്തിന്റെ ചില പദ്ധതി പ്രകാരം അത്രേ. സ്തോത്രം, ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്ന ചില തകർച്ചകളൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ അതിന്റെ പിന്നിലൊക്കെയും ദൈവത്തിന് നിശ്ചയമായിട്ടൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ദൈവവചനത്തിനകത്ത് ഉറയ്ക്കുവാൻ തയ്യാറാക്കുക, ബലപ്പെടുവാനായിട്ട് ഇടയായി തീരുക. സ്തോത്രം. നമുക്ക് ജോസഫിന്റെ ജീവിതത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നു. ജോസഫിന് ദൈവം സ്വപ്നം കൊടുത്തു, പക്ഷെ തന്റെ ജീവിത യാത്ര ഒരു കഷ്ടതയുടെ നടുവിൽ കൂടിയായിരുന്നു. പക്ഷേ ജോസഫിന് ഒരു കാര്യം അറിയാമായിരുന്നു. ആ ഒരു അറിവാണ് തന്റെ സഹോദരങ്ങൾ തന്റെ അടുക്കിലേക്ക് കടന്നുപോയപ്പോ ജോസഫ് സഹോദരങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ജോസഫ് ഇത് പറയണമെങ്കിൽ ജോസഫ് ഓരോ ഘട്ടത്തിൽ കൂടി കടന്നു പോയപ്പോഴോ ജോസഫിന് തിരിച്ചറിയാം. സ്തോത്രം, അതേ ഞാൻ ഇതിൽ കൂടി കടന്നു പോകുന്നത് പൊട്ടക്കിണർ കൊണ്ട് അവസാനിക്കാനായിട്ട് വേണ്ടിയല്ല, പോത്തിഫറിന്റെ ഭവനം കൊണ്ട് അവസാനിക്കാനായിട്ട് ഉള്ളതല്ല, കാരാഗ്രഹം കൊണ്ട് തീരേണ്ടതായിട്ടല്ല. എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. എന്താ? സ്തോത്രം, അപ്പനും സഹോദരങ്ങളൊക്കെ തന്റെ മുമ്പിൽ വരും എന്നുള്ള ഒരു വാഗ്ദത്തം താൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിലേക്കുള്ള ഒരു എൻട്രി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നീ ചിലതിൽ കൂടി കടന്നു. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അതേ ദൈവിക വാഗ്ദത്തത്തിനായിട്ട് അതേ ചില കഷ്ടങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ആവശ്യമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ ദൈവിക വാഗ്ദത്തം നമ്മുടെ മേൽ ഉണ്ടോ? സ്തോത്രം, സഹിഷ്ണുതയോടും താഴ്മയോടും നാം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിലായിരുന്നു കൃപ പ്രാപിച്ചാൽ മാത്രമേ സ്തോത്ര നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതേ സ്തോത്രം, ജോസഫിന് ഒത്തിരി പ്രതികരിക്കേണ്ട സമയങ്ങൾ കടന്നു വന്നപ്പോഴും അവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ വിഷാദിക്കേണ്ട, വിഷമിക്കേണ്ട, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട്. പ്രിയ ദൈവ പൈതലെ, നീ ഇന്ന് അനുഭവിക്കുന്ന ചില കഷ്ടത ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിന്റെ വിടുതന്നായിരിക്കാം, നിന്റെ സഹോദരങ്ങളുടെ വിടുതന് വേണ്ടിയായിരിക്കാം, ചില ആത്മാക്കളുടെ വിടുതന് വേണ്ടിയായിരിക്കാം. സ്തോത്രം, നീ കഷ്ടത കടന്നു പോകുമ്പോൾ അറിയത്തില്ല, പക്ഷേ ആ വിടുതലിലേക്ക് മറ്റുള്ളവരുടെ വിടുതൽ കാണുമ്പോ നിന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി നിർത്തുമ്പോ സ്തോത്രം നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അത് ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
ജോസഫ് സഹോദരങ്ങളെ കണ്ടപ്പോ തനിക്ക് സ്തോത്രം ഹല്ലേലൂയ താൻ പൊട്ടിക്കരയുകയാണ്. സ്തോത്രം ദൈവം ചെയ്ത ദൈവിക വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, കഷ്ടത കൂടി നീ ചില കടന്നു പോകുന്നത് നിന്റെ മേൽ കിടക്കുന്ന ദർശനം വലുതായത് കൊണ്ടാണ്. നിന്റെ മേൽ കിടക്കുന്ന സ്വപ്നം വലുതാണ്. ആർക്കുമില്ലാത്ത ചില കഷ്ടത നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ചില ഉയർച്ചകൾ, വിടുതലുകൾ, ദൈവിക പദ്ധതികൾ ഹല്ലേലൂയ ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിൽ നീ തളർന്നു പോകാതെ നീ ഉറപ്പോടും ധൈര്യത്തോടും നീ മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് പ്രിയ ദൈവമൈതലേ, ആ കഷ്ടതയുടെ പിന്നിലുള്ള ദൈവിക പദ്ധതി ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ടിടയെത്തില്ല. മൂന്നാമത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതി വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ അപ്പന് നമ്മുടെ ഹൃദയം നാം എന്തായി തീർണമെന്നൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടി എത്രേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നത്, വെള്ളിയെപ്പോലെ അല്ലത്താനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു സൂതന കഴിച്ചത്. ഹല്ലേലൂയ. പ്രിയ നമുക്ക് ആരും കഷ്ടത ആഗ്രഹിക്കത്തില്ല. സ്തോത്രം. അതേ പക്ഷെ ഇവിടെ പറയുന്നു കഷ്ടതയാകുന്ന തീച്ചൂളയുടെ നടുവിൽ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു ആയുധ പണി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എടുത്തു നോക്കി അറിയാം. സ്തോത്രം. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണം ഇരിക്കുന്നിരിക്കട്ടെ, ആ ഇരുമ്പ് കഷ്ണത്തെ തന്റെ കയ്യിൽ വെറുതെ വച്ചുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ താൻ തീ കൂട്ടി അതിലാക്കി ഇടുന്ന ഒരു അനുഭവം പോട്ട് എന്റെ കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്കറിയാം ആ വ്യക്തി വീണ്ടും അതിനെ എടുത്തു നോക്കുവാനായിട്ട് ഇടയായിത്തീരും. എടുത്തു നോക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അതിനല്പം തീ വെള്ളത്തിനകത്തേക്കിടും, ഒന്ന് സാന്ത്വനിപ്പിക്കുക. പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിനും അതല്ലേ, ഒരു കഷ്ടതയുടെ തീ ചോളെ കൂടെ ആയിരിക്കുമ്പോ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു ചെറിയ വിടുതലേ, ഒരു ദൈവിക വാഗ്ദത്തം, ഒരു ദൈവിക സപ്തം. ഹല്ലേലൂയ. അവിടെ നമ്മളൊന്ന് ആശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ അവിടെ കൊണ്ട് തീരുകയല്ല. അപ്പാണ് ഇന്ന് ആളിന്റെ ഹൃദയത്തിനകത്ത് ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് ഒരു ഐഡിയ ഉണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. സ്തോത്രം. അതായില്ല എന്ന് കാണുമ്പോ ആ പണി ചെയ്യുന്ന ആള് വീണ്ടും അതിനെ കുറച്ചുകൂടി തീ കൂട്ടി അതിനകത്തേക്കിടും. ഇങ്ങനെ പലവട്ടം ആവർത്തിച്ച് കഴിയുമ്പോ അത് വീണ്ടും എടുത്ത് താൻ നോക്കിക്കഴിയുമ്പോ താൻ എന്താണ് മനസ്സിനകത്തൊരു പ്ലാനിങ് വച്ചിരുന്നത്, സ്തോത്രം, അത് പ്രകാരം അതായി തീർന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയെത്തിരും. അതായി കഴിയുമ്പോ പുറത്തേക്ക് എടുക്കുവാനായിട്ടിടയെത്തിരും. ഇതല്ലേ പ്രിയ ദൈവമക്കളെ, കഷ്ടതയാകുന്ന തീ ചൂളെ കൂടി നിന്നെ ഒന്നിട്ട് അതേ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിലതിനെയൊക്കെയും അതേ വിട്ടുകളയാൻ പറ്റാതെ കിടക്കുന്ന ചിലതിനെ, കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്ന ചിലതൊക്കെ അതേ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് നീ പോലും അറിയാതെ ആ കഷ്ടതയെ കൂടി കർത്താവ് അങ്ങ് അലിയിച്ച് കളയും. എന്റെ നിന്നെ കർത്താവിനെ ഇണങ്ങിയ ഒരായുധമായിട്ട്, മൂർച്ചയുള്ള ഒരായുധമായിട്ട്, വിശ്വാസത്തിൽ ഉറച്ച് ക്രിസ്തുവിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവിന്റെ കയ്യിലിണങ്ങിയ അതേ കാൽവരി നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തിത്തന്ന അപ്പന്റെ ഹൃദയത്തിനകത്ത് പ്രിയ ദൈവത്തിലെ നിന്നെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട്, നിന്നെക്കുറിച്ചുള്ള ഒരു പിക്ചറുണ്ട്. ഹല്ലേലൂയ. ആ പിക്ചർ എന്ന് പറയുന്നത് നീ അനേകം പേർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതിന് വേണ്ടി എത്രേ, അനേകം പേര് നേടിയെടുക്കുന്നതിന് വേണ്ടി എത്രേ. അത് മാത്രമല്ല സ്തോത്രം, നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ അപ്പൻ പോയിരിക്കുന്നു. ആ ഭവനം ഒരുക്കിയിട്ട് അപ്പൻ വരുമ്പോ നീ അപ്പന്റെ കൂടെ കടന്നു ചെല്ലണം, അപ്പന്റെ കൂടെ ഇരിക്കണം എന്നതത്രേ എന്റെ അപ്പന്റെ പ്ലാനിങ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കഷ്ടതയിൽ കൂടി നീ കടന്നു പോകുമ്പോ പിറുപിറുത്ത് അകന്നു പോകരുതേ, അപ്പനോട് ചേർന്ന് നിൽക്കാം. സ്തോത്ര. ഹല്ലേലൂയ. അപ്പനോട് ചോദിക്കാം, അപ്പാ ഈ കഷ്ടതയുടെ പിന്നിലുള്ള ദൈവ പദ്ധതി എന്താണ്, അതിലേക്ക് എന്നെ അടുപ്പിക്കണമേ എന്ന്. ഹല്ലേലൂയ. നമുക്ക് വേദന ഉണ്ടാകും, നമുക്ക് തിരസ്കരണങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടലുകൾ ഉണ്ടാകും. പ്രിയതേ മക്കളെ, എല്ലാം സുഖമായിട്ട് ഇരിക്കില്ല. കഷ്ടത എന്ന് പറയുന്നത് നാം പല മേഖലയിൽ കൂടി കടന്നു പോകും. പക്ഷേ അതിനകത്ത് നീ പുറത്തു വരുമ്പോ ഹല്ലേലൂയ മനോഹരമായിരിക്കുന്ന ഒന്നായിട്ട്, കർത്താവിന്റെ കണ്ണിന് ഇൻപമേറിയ ഒന്നായിട്ട് ഹല്ലേലൂയ കർത്താവ് നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. നിന്നെ പകച്ചവർ ഹല്ലേലൂയ നിന്നെ കണ്ട് സന്തോഷിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ
ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം അനുഭവിക്കുന്ന ഓരോ കഷ്ടതയുടെ പിന്നിലും നിശ്ചയമായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, അത് തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ എത്തണമോ, നീ അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അല്പനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ല, അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യുമെന്ന് തിരുവചനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്ര. കഷ്ടത വരുമ്പോ ഓടി മാറിക്കളയരുതേ, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതേ, അപ്പനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. അതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ തരുവാനായിട്ട് ഇടയെത്തീരാ. ദൈവ ആത്മബലം തരുവാനായിട്ട് ഇടയെത്തീരാ. അതേ സ്തോത്രം. നിരാശപ്പെട്ട് ആകുലപ്പെട്ടു പോകുവാനല്ല ആ കഷ്ടത. ഹല്ലേലൂയ. നിന്നെ കർത്താവിന്റെ കയ്യിൽ ഇണങ്ങി ഒരു ആയുധമാക്കി ദൈവത്തിന് നിന്നെ പുറത്തെടുക്കുവാൻ വേണ്ടി എത്ര സ്തോത്രം. വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ അനുഭവിക്കുന്ന ചില രോഗത്തിന്റെ പിന്നെ, നീ അനുഭവിക്കുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ മുമ്പേ, അനുഭവിക്കുന്ന ചില ക്ലേശങ്ങളുടെ മുമ്പ്, പ്രിയ ദൈവ പൈതലെ സ്തോത്രം, നിശ്ചയമായിട്ടും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മൾ അത് തിരിച്ചറിയുക. സ്തോത്രം. പലപ്പോഴും നമുക്കത് തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ടാണ് നാം പിറുപിറുക്കുന്നത്, നിരാശപ്പെട്ടു പോകുന്നത്, ആകുലപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ കഷ്ടതകളൊക്കെയും തീരുന്ന ഒരു ടൈമുണ്ട്. സ്തോത്രം. അതേ കഷ്ടത വരുമ്പോൾ ഹല്ലേലൂയ, നീ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കും. ലോകം സന്തോഷിച്ചില്ല. പക്ഷേ പ്രിയ ദൈവമക്കളെ, ആ ലോകം സന്തോഷിക്കുമ്പോൾ തന്നെയും നിന്റെ ദുഃഖത്തെ സന്തോഷിപ്പിക്കുന്ന അതേ ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നീ നിരാശപ്പെട്ടു പോകണ്ട. കഷ്ടതയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും അതേ ആശ്രയിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോ നിനക്ക് കഷ്ടത സഹിച്ച കർത്താവിനെ നോക്കുവാൻ ഒരിടമുണ്ട്. അതേ സ്തോത്ര. കഷ്ടത സഹിച്ച കർത്താവിനെ നീ നോക്കി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരുന്നുവെക്കേ, നിശ്ചയമായിട്ടും നിന്നെ ആ കഷ്ടതയുടെ പിന്നിൽ കൂടി കർത്താവ് കടത്തിവിട്ടതിന്റെ ഉദ്ദേശം നിറവേറുവാനായിട്ട് ഇടയെത്തീരും. യോബിന്റെ ജീവിതത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നു. അതേ സാത്താൻ ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അവനുള്ളതെല്ലാം ഒന്ന് തൊട്ടു നോക്ക്, നിന്നെ തള്ളി പറയും. പക്ഷേ ദൈവം അത് തെളിയിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവന് ഏൽപ്പിച്ചു കൊടുത്തു. അതേ പക്ഷേ ദൈവം യോബ് ആദരങ്ങൾ കൊണ്ടൊന്നും പാപം ചെയ്തില്ല എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ പ്രിയ ദൈവ പൈതലെ സ്തോത്രം. ജോസഫിനെ സ്വപ്നം കൊടുത്തു, പലതിൽ കൂടി കടത്തിവിട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? സ്തോത്രം. തന്റെ മേൽ കിടക്കുന്ന ആ ദൈവിക ദർശനം നിറവേറ്റിക്കൊണ്ട് തന്റെ സഹോദരങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. സ്തോത്ര. അതേ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഷ്ടത സഹിച്ച പ്രാണപ്രിയൻ എന്തിനു വേണ്ടി കഷ്ടത സഹിച്ചു? നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. മാനവരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കഷ്ടത കൂടി കടന്നുപോയി. പ്രിയതേ മക്കളെ, കഷ്ടതയുടെ മധ്യത്തിൽ ആരും നമ്മോട് കൂടെ നിൽക്കണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെയും കഷ്ടതയുടെ മധ്യത്തിൽ അവർ അഴിഞ്ഞു മാറിപ്പോകും. പക്ഷേ കഷ്ടം സഹിച്ച കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരും. കാരണം എന്താ? അപ്പം നുറുക്കിയപ്പോഴും അത്ഭുതം ചെയ്തപ്പോഴും മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴൊക്കെയും യേശു കർത്താവിന്റെ കൂടെ ഒത്തിരി പുരുഷാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. പക്ഷേ ആ കഷ്ടതയുടെ കൊടുമൂടി കർത്താവ് കയറുമ്പോ കർത്താവിന്റെ കൂടെ ആരുമില്ല. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പ്രഭാതത്തിൽ നീ ഒറ്റയ്ക്കായിരിക്കും കഷ്ടതയുടെ മധ്യത്തിൽ. ഭാരപ്പെടേണ്ട. കഷ്ടത സഹിച്ച കർത്താവ് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്നരുളി ചെയ്ത കർത്താവ് ഓരോ കഷ്ടതയുടെ മധ്യത്തില് നിനക്ക് ജയിച്ചു കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരേണ്ടതിന്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരും. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ കഷ്ടതയുടെ പിന്നിലുള്ള ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിയുക, ധൈര്യപ്പെട്ടിരിക്കുക. കർത്താവ് നമ്മെ ഒരു നാളും കൈവിടിക്കയില്ല. കഷ്ടതയിൽ നിന്ന് തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല. കഷ്ടതയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ പണിത് പുറത്തെടുത്ത് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരനുഭവിക്കുന്ന കഷ്ടത പിന്നിലുള്ള ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവേ
അപ്പൊ ആ കഷ്ടതകളില് പ്രശംസിപ്പാൻ ദൈവം കൃപ കൊടുക്കണമേ. ആ കഷ്ടതയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇവരെ കരം പിടിച്ച് കയറ്റുമാറക്കണമേ. തളർന്നു പോകുവാനോ ക്ഷീണിച്ചു പോകുവാനോ വാടിപ്പോകുവാനോ കർത്താവ് ഇടയാക്കട്ടെ. വിശ്വാസത്തിലും ആത്മീയത്തിലും സമ്പന്നതയിലേക്ക് ഇവരെ എത്തിച്ചേരത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കൃപ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇവരെ കരം പിടിച്ച് കയറ്റുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേക കഷ്ടങ്ങളിൽ കൂടി കടന്ന് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുമ്പോ കർത്താവേ, അപ്പൊ ആ വാഗ്ദത്തം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളായിത്തീരുക. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഷ്ടതയുടെ മധ്യത്തിലായിരിക്കുന്ന തന്റെ ജനത്തെ ദൈവവചനത്താൽ ജീവിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.